കേരളം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 മാസക്കാലമായി ആശാ വർക്കർമാർ സമരത്തിലാണ്. കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം പൊടുന്നനെ ആശാ വർക്കർമാർക്ക് വേണ്ടതെല്ലാം നൽകിക്കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, വേതനം 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. ഓണറേറിയം വർധനയും വിരമിക്കൽ ആനുകൂല്യവും സർക്കാർ പ്രഖ്യാപിക്കാതെ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നും നേതാക്കൾ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് CPM ജനറൽ സെക്രട്ടറിയായി MA ബേബി ചുമതലയേറ്റത്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ ആശാ വർക്കർമാരുടെ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. അതിങ്ങനെയാണ്: ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന തുക വർദ്ധിപ്പിച്ചത് LDF ആണ് എന്നും അതുകൂടാതെ ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കേന്ദ്രം നൽകണം എന്നുമാണ് MA ബേബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മിനി ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം MA ബേബി CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണ്, കേന്ദ്ര വിഹിതം കൂടി നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രമാണ് തൊഴിലാളിയാക്കി മാറ്റേണ്ടതുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ കേരള സംസ്ഥാനത്ത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, കേരളം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 മാസക്കാലമായി ആശാ വർക്കർമാർ സമരത്തിലാണ്. വേതന വർധനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 233 രൂപയാണ് നിലവിൽ ലഭിക്കുന്ന കൂലി, അതും വല്ലപ്പോഴും മാത്രം. ഈ കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കളെ അവരെ നിലയ്ക്ക് നിർത്തണം. അതോടൊപ്പം തന്നെ ഈ വേതനം വർദ്ധിപ്പിക്കണം. ഇത് പുതിയ കേന്ദ്ര സെക്രട്ടറി അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേതന വർധനമല്ലാതെ വേറെ ഒരു കുറുക്ക് വഴിയും ഇതിനകത്തില്ല. കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചയിൽ എന്താണ് തീരുമാനം? എന്തെങ്കിലും ആയോ? കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു, അതിനടിസ്ഥാനം ചർച്ച ചെയ്തു. പക്ഷേ ഇന്ന് അദ്ദേഹം പൊടുന്നനെ ആശാ വർക്കർമാർക്ക് വേണ്ടതെല്ലാം നൽകിക്കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, വേതനം 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ അവസാനത്തെ ചർച്ചയിൽ ആവശ്യപ്പെട്ടത് മിനിമം 3000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. അപ്പോഴും ഒരു ദിവസം 100 രൂപയുടെ വർധനവേ വരുന്നുള്ളൂ. പ്രതിദിനം 333 രൂപ തുച്ഛമായ വേതനം. അപ്പോൾ അതുപോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഗവൺമെൻറ് എല്ലാം ചെയ്തു കഴിഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കർമാർ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തൊഴിൽ മന്ത്രിയുമായി നടന്നിരുന്നു. ഈ ചർച്ചയിൽ ആശാ വർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ തൊഴിൽ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തി ആവശ്യങ്ങൾ അടങ്ങുന്ന നിവേദനം സമരസമിതി മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ചർച്ചയുടെ മിനിറ്റ്സിൽ പറയുന്നുണ്ട് എന്നും അതുപ്രകാരം സമരം അവസാനിപ്പിച്ചുകൂടെ എന്നും മന്ത്രി ചോദിച്ചതായി സമരസമിതി നേതാവ് VK സദാനന്ദൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഓണറേറിയം വർധനയും വിരമിക്കൽ ആനുകൂല്യവും സർക്കാർ പ്രഖ്യാപിക്കാതെ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നും നേതാക്കൾ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം 3000 രൂപയുടെ വർധന പ്രഖ്യാപിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കമ്മിറ്റിക്ക് വിടുന്നതിൽ എതിർപ്പില്ല എന്നും സമരസമിതി മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും വിഷയം ചർച്ച ചെയ്യാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇക്കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുമായി നടത്തിയ ചർച്ചയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 58ാം ദിവസം പിന്നിടുകയാണ്. 20 ദിവസമായി നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തിട്ട് സമരം 2 മാസം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് 12ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഐക്യദാർഢ്യ സംഗമവും നടക്കും. എന്തായാലും നിലവിലിപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, നിരാഹാര സമരവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ള നേതാക്കളും സംഘടനകളുമെല്ലാം തന്നെ ആശാ വർക്കർമാർക്ക് എല്ലാ ദിവസവും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമരത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മുടെ സർക്കാർ അംഗീകരിക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ
വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് 58-ാം ദിവസം പിന്നിടുകയാണ്. സമരത്തിൻ്റെ വീര്യമൊന്നും തന്നെ നഷ്ടപ്പെടാതെ അവർ ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.